ക്രൈസ്തലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. മുഖവരകളൊന്നും പറയാതെ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവെഴുത്തെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 119 126 വാക്യമാണ്. അതിനകത്ത് ഒരു പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് ചില ചിന്തകൾ വേദനയിലും ഭാരത്തിലും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന വിവിധ മേഖലകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ഒരു വിടുതലും ആശ്വാസമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവിടെ പ്രാരംഭമായി എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ഇരിക്കുന്ന ദൈവജനത്തിന് ഒരാലോചന കൊടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 5 വിധ മേഖലകളിൽ കൂടെ കുറഞ്ഞത് കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. 5ഒന്നുമല്ല, ഒത്തിരി മേഖലകളിൽ കൂടെ വിവിധ നിലകളിൽ കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അത്യാവശ്യം ചില തിരുവചന ചിന്തകൾ തന്ന് ഉറപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത അനേക വിഷയങ്ങളുണ്ട്. ശാരീരിക ബലഹീനതകൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, പ്രതിസന്ധികൾ, ജോലിയില്ലാത്ത അവസ്ഥ, യാത്രയ്ക്കായി ഒരുങ്ങിയിട്ട് നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ ഇതിനെല്ലാം കുറിച്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ തിരുവചന ചിന്തയിൽ കൂടെ ഓടി വന്ന 4-5 പോയിന്റുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. യഹോവേ, 119 സങ്കീർത്തനം 126 വാക്യം. എഴുത്തുകാരനെ കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗി പറയുന്നത് എല്ലാറ്റിനും ഒരു സമയം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിനും ഒരു സമയം. സഭാപ്രസംഗി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിനും ഒരു സമയം. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതിരിക്കുന്ന 4-5 പോയിന്റുകൾ ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ഒന്നാമതായിട്ട് തിരുവചന ചിന്തയെന്ന് പറയുന്നത് തലമുറകളില്ലാത്തവരാണ്. അനേകരിൽ കൂടെ ആലോചനകൾ കേട്ടിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും 20 വർഷമായവരുണ്ട്, 10 വർഷമായവരുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ കഷ്ടതകളിൽ കൂടെ, നിന്ദകളിൽ കൂടെ, പരിഹാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിനൊരു തെളിവാണ് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഹന്നയുടെ ജീവിതം. പെനിന്നയ്ക്ക് 10 മക്കൾ ഉണ്ടായിരുന്നു. ഉണ്ടായപ്പോഴും ഹന്നയ്ക്ക് ഒരു തലമുറ ലഭിക്കാതെ പരിഹാസങ്ങളും നിന്ദകളും വേദനകളും കുത്തുവാക്കുകളും പട്ടിണി കിടന്ന അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു. എങ്കിലും
സ്നേഹിക്കുമെന്ന് പറഞ്ഞവർ കൈവിട്ടപ്പോഴും ഒരമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് അരുളി ചെയ്ത യെശയ്യാ 49:15, അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ച് ഏലി പുരോഹിതൻ പോലും പറഞ്ഞു ഇവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ തൻ്റെ സങ്കടം എന്താണെന്നറിയാതെ വീഞ്ഞു കുടിച്ചിരിക്കുന്നു പറയുമ്പോൾ താൻ ഒരിക്കലും മറക്കാത്ത, അമ്മ മറന്നാലും മറക്കുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ലോകവൈദ്യന്മാർ തള്ളപ്പെട്ടതാണോ, നീ നടക്കത്തില്ലെന്ന് വിധി എഴുതിയാലും ഈ ദൂതിന് മുൻപിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഉറപ്പായിട്ട്, ദൈവവചന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഉൽപ്പത്തി 1:26 മുതൽ 28 വരെ ദൈവം പറഞ്ഞത് നിങ്ങൾ പെറ്റു പെരുകി സന്താന കുട്ടിയുള്ളവരായി തീരണമെന്ന് പറഞ്ഞ ദൈവമാണ്. കുടുംബജീവിതം കൊടുത്തത് ദൈവമാണ്. എബ്രായർ 13:4 പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലം. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് വാഗ്ദത്തം തന്നതെങ്കിൽ ദൈവം അത് നിവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം പ്രാപിക്കുക. 125 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുക. നമ്മൾ പകുതി മനുഷ്യനിലും പകുതി ദൈവത്തിലും പകുതി ഡോക്ടർമാരിലും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആശ്രയം. എന്നാൽ ലോക ഡോക്ടർ വിധി എഴുതിയെങ്കിൽ ആ വിഷയത്തിന് നടുവിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ നിങ്ങളോടുകൂടെ ഉണ്ട്. അതിനൊരു ചിന്ത കൂടെ തന്ന ആ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്. രാജാക്കന്മാർക്കെഴുതിയ 2 പുസ്തകം 4 അധ്യായം 8 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവപുരുഷനായ എലീശ ശൂനേംകാരിയുടെ വീടിൻ്റെ അതുവഴി പോകുമ്പോൾ ആ വീട്ടിൽ കയറുകയും ഭക്ഷണം കഴിക്കുകയും അതുമൂലം തൻ്റെ ഭർത്താവിനോട് സാക്ഷ്യം പറയുന്നു. ഇതുവഴി പോകുന്ന ആ ദൈവപുരുഷൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് സാക്ഷ്യം പറയുകയും അങ്ങനെ ദൈവപുരുഷന് പാർക്കുവാൻ ഭവനത്തിൻ്റെ മുകളിൽ, വീടിൻ്റെ മുകളിൽ ഒരു റൂമുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് അനന്തരം എല്ലാവർക്കും അറിയാം, തൻ്റെ കൂടെ നടന്ന ഗേഹസിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർക്കെന്താണ് ആവശ്യം, എന്താണ് ഇല്ലായ്മ, ഈ ഭവനത്തിൽ എന്താണ്? അപ്പോൾ ഉടനെ തൻ്റെ ബാല്യക്കാരൻ പറഞ്ഞു, അവർക്ക് തലമുറയില്ല, അവർ വയസ്സിൽ ചെന്നവരാണ്, തലമുറയില്ല. എലീശ ദൈവപുരുഷൻ ഒരു വാക്ക് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരാൺ തലമുറയെ നിങ്ങൾ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാനിതുപോലെ ദുബൈയിൽ പോകുമ്പോൾ ഒരു സഹോദരൻ്റെ മകളെ കെട്ടിച്ചു. വിവാഹം കഴിഞ്ഞ 2-3 വർഷമായിട്ടും തലമുറയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിലെ വാക്യമെടുത്ത് അവരോട് പറഞ്ഞു, അടുത്ത വർഷം നിങ്ങൾ 2 ആൺ തലമുറയെ ചേർത്തുകൊള്ളുമെന്ന് വിശ്വാസത്താൽ ദൈവവചന അടിസ്ഥാനത്തിൽ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു.
പറഞ്ഞതുപോലെ തന്നെ ആ 2 തലമുറ ആൺതലമുറകളെ ദൈവം കൊടുക്കുകയും ചെയ്തു. ഒറ്റ പ്രസവത്തിൽ 2 തലമുറകളെ കൊടുക്കുകയും ചെയ്തു. എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അസാധ്യമെന്ന് നാം വിധി എഴുതുന്ന കാര്യങ്ങളിൽ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് വരുമെങ്കിൽ ഉറപ്പായിട്ട് എലീശ പറഞ്ഞതുപോലെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ സ്വർഗത്തിലെ ദൈവം നൽകിത്തരും. അബ്രഹാമിൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുക്കാത്തത്. എങ്കിലും വിശ്വാസികളുടെ പിതാവെന്ന് നാമധേയം പ്രാപിച്ച അബ്രഹാം 24 വർഷക്കാലം തലമുറയില്ലാതെ, വാഗ്ദത്തം കേട്ട് 24 വർഷം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചു, അവർക്ക് നീതിയായി കണക്കിട്ടു. അവർക്ക് ദൈവം തലമുറയെ കൊടുത്തു. വാഗ്ദത്തം ചെയ്തവൻ തലമുറയെ കൊടുത്തു. പറഞ്ഞതിന് കാരണം താമസിച്ച് കിട്ടുന്നതെല്ലാം ശ്രേഷ്ഠമായതായിരിക്കും. പെരിന്നയ്ക്ക് 10 മക്കളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരഡ്രസ്സുമില്ല. 10 മക്കളുണ്ടെന്ന് മാത്രമേ ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിൽ പറയുന്നുള്ളൂ. എന്നാൽ അതിനെക്കുറിച്ച് പിന്നെ തിരുവെഴുത്തുകളിലോ ചരിത്രപരമായിട്ടോ ഒന്നും കാണുന്നില്ല. എന്നാൽ ഹന്നായ്ക്ക് കരഞ്ഞ് താമസിച്ച് സഹിച്ച് പരിഹാസം സഹിച്ച് ലഭിച്ച ഹന്നായ്ക്ക് ഒരു തലമുറയെ കിട്ടിയപ്പോൾ അത് അന്നും ശ്രേഷ്ഠനായിരുന്നു. ഇന്നും നാം പ്രസംഗിക്കുന്നു. കാരണം ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ ദൈവം കൊടുത്തത് മാത്രമല്ല, ന്യായാധിപനായിട്ടും പുരോഹിതനായിട്ടും പ്രവാചകനായിട്ടും ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിലെ 1-ാമത്തെയും 2-ാമത്തെയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള കൃപയും കൊടുത്തു. അതാണ് താമസിച്ച് കിട്ടിയതിൻ്റെ ഗുണം. അതാണ് ശമൂവേൽ എഴുതിയ 1-ാം ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതി, രൂത്തിൻ്റെ പുസ്തകം എഴുതി, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം എഴുതി, ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം എഴുതി. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം ഗാദ് പ്രവാചകനും നാഥാൻ പ്രവാചകനും കൂടെ എഴുതിയെന്ന് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 29:30 എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം കൊടുത്തു. അപ്പം തലമുറകളില്ലാത്തവർ പ്രാർത്ഥിക്കണം. 119-ാം സങ്കീർത്തനം 126-ാം വാക്യപ്രകാരം പ്രാർത്ഥിക്കണം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പഠിച്ചിട്ടും കുഞ്ഞുങ്ങൾക്ക്, അവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും തലമുറകൾക്ക് ജോലിയില്ല. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ദൈവം ആദാമിനെ സൃഷ്ടിച്ചനന്തരം, ഉൽപ്പത്തി പുസ്തകം 2:8 പറയുന്നു, ആദാമിനെ സൃഷ്ടിച്ചനന്തരം ദൈവം ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിലാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 2:8 പറയുന്നു. വേലയ്ക്കാക്കിയതാണ്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം തോട്ടമുണ്ടാക്കി, തോട്ടത്തിൽ വേലയ്ക്കാക്കി. ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ അറിയാം. അവർ കഷ്ടപ്പെട്ട് പഠിച്ചു, ഉന്നത വിജയം കരസ്ഥമാക്കി. ഒരു ജോലി ഇന്ത്യ മഹാരാജ്യത്തോ കേരളത്തിലോ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ വാരി കൊടുക്കണം, ഇല്ലെങ്കിൽ കിട്ടില്ല. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടൂല. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങളോട്, ജോലിയില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഒരാലോചന പറയുവാനുള്ളത്,
ദൈവം ഉൽപ്പത്തി പുസ്തകം 2:8 വായിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തോട്ടമുണ്ടാക്കി, തോട്ടത്തിൽ വേലയ്ക്കാക്കി. ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വേലയാണ്. ഇന്ന് അഗ്രികൾച്ചർ വേല കുറവാണ് ആൾക്കാർ. എന്ത് തന്നെ ആയിക്കോട്ടെ, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ജോലിയില്ലയോ, ജോലി ലഭിച്ചിട്ടില്ലയോ? 119 സങ്കീർത്തനം 126 വാക്യം വായിച്ചിട്ട് പറയണം, കർത്താവേ, ഇന്ന് കേട്ട ഈ ദൂത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആദാമിന് വേണ്ടി തോട്ടമുണ്ടാക്കി തോട്ടത്തിൽ വേലയ്ക്കാക്കിയ അതേ ദൈവത്തിൻ്റെ കരം വ്യക്തി ജീവിതങ്ങളിൽ ചലിപ്പിച്ച് ദൈവം നിങ്ങൾക്കായിട്ട് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും. ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. എന്നാൽ അടുത്ത പദം പറയുന്നു, ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഭാരപ്പെടണ്ട. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞത്. വിഭ്രമരാഗത്തിൽ പ്രാർത്ഥന തുടങ്ങി, വേദനയോടെ ദുഃഖത്തോടെ നിലവിളിയോടെ പ്രാർത്ഥന തുടങ്ങി. അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ തന്ത്രിനാദത്തോടെ എന്ന് പറയുമ്പോൾ പാട്ടുകളോടെ സന്തോഷത്തോടെ ആ അധ്യായം നിർത്തുമ്പോൾ, ഈ വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യട്ടെ. ജാതിമത സംഘടന വ്യത്യാസമെന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ആൺ പെൺ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ മതി, യഹോവേ, 119 സങ്കീർത്തനം 126 വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കേണ്ട സമയമാകുന്നു. അത് നിങ്ങളുടെ പറച്ചിൽ പോലെ, നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. ചിലർ പറയും, അപ്പൻ ഉപദേശിയല്ലേ, അമ്മ പ്രാർത്ഥിക്കുന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ദൈവവചന അടിസ്ഥാനത്തിലാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21-14 മുതൽ 19 വരെ നമ്മൾ വായിക്കുമ്പോൾ, അമ്മ ഒരു സൈഡിൽ കരഞ്ഞു, ബാലൻ നിലവിളിച്ചു, ബാലന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ അവരവർക്ക് ആവശ്യമായ പ്രാർത്ഥന, വചനധ്യാനം, ആരാധന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കാര്യങ്ങളെ ദൈവത്തോട് പറയണം, സർവശക്തനായ ദൈവത്തോട് പറയണം. ദൈവം ഒരിക്കലും ആരെയും കൈവിടത്തില്ല. അതിന് ജാതി മത ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ലോകത്തിലുള്ള മുഴുവൻ ജനവും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം അവർക്കെല്ലാവർക്കും വേണ്ടി, കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനനന്തരം മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തോട്ടം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. സകലതും ദൈവം വിളിച്ചു വരുത്തിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ പറഞ്ഞതിൻ്റെ കാരണം ഒന്നുകൂടെ പറഞ്ഞ് അങ്ങനെ പഠിക്കുന്നതാണ് ശരി. ദൈവം മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചതിനനന്തരം വേറൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അതാണ് ശരി. ശരിയായ പഠനം അതാണ്. തിരുവെഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ തന്നെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ വാക്യം മതി. ഈ പറയുന്ന 4-5 പ്രയാസത്തിലിരിക്കുന്നവർക്ക് വിടുതലിന് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒന്ന്, തലമുറകളില്ലാത്തവർക്ക് ദൈവം പ്രവർത്തിക്കേണ്ട സമയമാണ്. 2, ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമാണ്. വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയം, മനുഷ്യൻ്റെ സമയം, സാത്താൻ്റെ സമയം
ഇങ്ങനെ 3 കാര്യങ്ങളാണ് ചിന്താവിഷയമെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു വിടുതൽ കിട്ടണം, ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ ചിന്താവിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ദൈവത്തിൻ്റെ സമയം, മനുഷ്യൻ്റെ സമയം, സാത്താൻ്റെ സമയം, 3 സമയത്തെക്കുറിച്ച് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ 5 വിധ കാര്യത്തിൽ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് കൊണ്ട് ആ 5 കൂട്ടർക്കും ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടട്ടെ. വിവിധ രാജ്യങ്ങളിൽ ലോകമെമ്പാടും ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ കുഞ്ഞുങ്ങളിലും അത് വെളിപ്പെടട്ടെ. 3-ാമതായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ. കുഞ്ഞുങ്ങളുടെ പഠനം കഴിഞ്ഞ് ദേശത്ത് നിന്നാൽ ഒരു ജോലി കിട്ടുകയില്ലെന്ന് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ത് തന്നെയായാലും, ചെങ്കടലാകട്ടെ, യോർദാനാകട്ടെ, പുറപ്പാട് ദിവസം 14 ചെങ്കടലാകട്ടെ, യോശുവയുടെ പുസ്തകം 3:15 യോർദാനാകട്ടെ, വാഗ്ദത്തമുള്ള ദൈവജനത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ യാത്രയെ തടഞ്ഞു നിൽക്കുന്ന ഏത് പ്രതിസന്ധികളായാലും ദൈവത്തിന് ഒരു നിമിഷം മതി അതിനെ മാറ്റുവാൻ. തടസ്സങ്ങളെ മാറ്റുവാൻ ഒരു നിമിഷം മതി. എന്നാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു കുരുടന്റെ നിലവിളിക്ക് മുൻപിൽ നിന്ന കർത്താവ്, മർക്കോസ് 10:46 മുതൽ 52 വരെ, ഒരു കനാന്യ സ്ത്രീയുടെ മകൾക്ക് വിടുതൽ കൊടുത്ത കർത്താവ്, മത്തായി 15:21 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ, കരയുന്നവരോട് കൂടെ കരയുന്ന ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം. ചിലപ്പോൾ അല്പം താമസിച്ചെന്ന് വന്നേക്കാം, എങ്കിലും പ്രാർത്ഥന നിർത്തണ്ട. ലൂക്കോസ് 18:1 പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. കണ്ണുനീരിനൊരു മറുപടി ഉണ്ട്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു മറുപടി ഉണ്ട്. കാരണം ഇത് ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. കുറുക്ക് വഴികളൊന്നും ആരും എടുക്കണ്ട. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഒരു കുറുക്ക് വഴിയുണ്ട്. പുറപ്പാട് പുസ്തകം 13:17 പറയുന്നു, കനാനിലേക്ക് എത്തുവാൻ ഫെലിസ്ത്യ ദേശത്തുകൂടുള്ള വഴി അടുത്തതെന്ന് വരികിലും ദൈവം അതിലെ കൊണ്ടുപോയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് കൂടെ തരാം. യോസഫിൻ്റെ ചരിത്രം കൂടെ ചേർത്തുകൊണ്ട് ഒരു ചിന്ത തന്ന് ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. യോസഫിൻ്റെ വിഷയം നോക്കി. ദർശനമുള്ള യോസഫ്, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിന്ന യോസഫ്, തനിക്ക് കിട്ടിയത്, തനിക്കുള്ള മാർഗം എന്ന് പറയുന്നത്, തൻ്റെ വഴിയെന്ന് പറയുന്നത്, ദർശനമുള്ളവൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ യോസഫിൻ്റെ വഴി പൊട്ടക്കിണറാണ്. 1. 2 ഇസ്മായിലിയർക്ക് വില പേശിയതാണ്, പേശി വിറ്റതാണ് 20 വെള്ളിക്കാശിന്. 3-ാമതായിട്ട് പോത്തിഫറിന്റെ ഭവനമാണ്. 4-ാമതായിട്ട് കാരാഗ്രഹമാണ്. അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിക്കുമൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം കൂടെ പറയണമെന്ന്. എന്നാൽ 2 വർഷക്കാലം പിന്നെയും കാരാഗ്രഹത്തിൽ കിടക്കുക. തെറ്റ് ചെയ്തവനും കുറ്റം ചെയ്തവനും ഒക്കെ നേരത്തെ വിടുതൽ പ്രാപിച്ചു പോയി. വാഗ്ദത്തമുള്ള ദർശനമുള്ള യോസഫ് വീണ്ടും 2 വർഷം കൂടെ, ഏകദേശം 2 വർഷം കൂടെ കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നു. എങ്കിലും പാനപാത്രമാകാൻ മറന്നത് കാര്യമായി. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത കൂടെ തരാം. ചില പാനപാത്രവാഹകന്മാർ
നമ്മിൽ കൂടെ ആലോചന കേട്ട പാനപാത്രവാഹകന്മാർ നമ്മെ മറന്നാലും, നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞാലും, മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞാലും ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ദൈവം പ്രവർത്തിക്കേണ്ട സമയമായപ്പോൾ യോസഫിന് വേണ്ടി പ്രവർത്തിച്ച് മറന്നവരെ കൊണ്ട് ഓർപ്പിച്ച് പറയിപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തിച്ചു എങ്കിൽ, കുഞ്ഞുങ്ങളെ താമസിച്ചു എന്ന് വിചാരിച്ച്, യാത്രയ്ക്ക് താമസിച്ചു എന്ന് വിചാരിച്ച് ആരും ഭാരപ്പെടേണ്ട. ഒരു കുഞ്ഞുങ്ങളും, ജാതിമത സംഘടന വ്യത്യാസമെന്നെ ഒരു കുഞ്ഞുങ്ങളും ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാകും. കാരണം ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, മഴ കൊടുക്കുമ്പോൾ എല്ലാവർക്കും മഴ. പിന്നെ ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓരോ പഞ്ചായത്ത് കണക്കാക്കിയ മഴ. ചില സ്ഥലത്ത് മഴ പെയ്യും, ചില സ്ഥലത്ത് മഴ പെയ്യത്തില്ല. അങ്ങനെയാണ്. എങ്കിലും വർഷകാലം വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും വെളിച്ചം കിട്ടും. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും വെളിച്ചം കിട്ടുന്നുണ്ട്. മത്തായി 5:45 അതാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ തിരുവെഴുത്തുകൾ പുറകോട്ട് നോക്കിയാൽ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 20-21 വായിക്കുമ്പോൾ അവിടെ കിടക്കുന്നതൊക്കെ നമ്മൾ വ്യത്യസ്തമാണ്. ഒരു സ്ഥലത്ത് ഇരുട്ട്, ഒരു സ്ഥലത്ത് വെളിച്ചം. അങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേൽ മക്കൾ താമസിച്ചിടത്ത് വെളിച്ചവും മിസ്രൈമെ താമസിച്ചിടത്ത് ഇരുട്ടും എന്നൊക്കെ തിരുവെഴുത്തുകളിൽ കാണുന്നു. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് ചെങ്കടലായാലും, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, കരം നീട്ടാൻ പറഞ്ഞു. കരം നീട്ടി. അവിടെ എഴുതി യെശയ്യാ 11:15 പറയുന്നു, ദൈവം മിസ്രയീം കടലിനെ കൈ ഓങ്ങി അടിച്ചെന്ന. ഇവിടെ പുറപ്പാട് ദിവസം 14 പറയുന്ന കിഴക്കൻ കാറ്റ് ശക്തിയായി വീശിയെന്ന. ദൈവം മിസ്രയീം കടലിനെ ഓങ്ങി അടിച്ച് 7 കൈവഴിയാക്കിയെന്ന തിരുവെഴുത്തിൽ കാണുന്നത്. യെശയ്യാ 11:15. നിങ്ങൾ ഒരു വഴി തുറന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, എൻ്റെ കർത്താവ്, എൻ്റെ യേശു ക്രിസ്തു ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് 7 കൈവഴി അപ്പുറത്ത് തുറന്ന് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ചെറുതും വലുതുമായി ഇസ്രായേൽ ജനത്തെ, 35 ലക്ഷത്തിലധികം ജനത്തെ സ്വർഗത്തിലെ ദൈവം അക്കരെ കടത്തി. അങ്ങനെയാണെങ്കിൽ അടുത്ത് യോർദാൻ വന്നെന്ന് വിചാരിച്ചോ? അടുത്ത യാത്രയിൽ യോർദാൻ വന്നെന്ന് വിചാരിച്ചോ? അവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യോശുവയുടെ പുസ്തകം 3:15, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കര കവിഞ്ഞൊഴുകും. യോശുവയുടെ പുസ്തകം 3:13 പറയുന്നു, സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ പതിയുമ്പോൾ യോർദാൻ്റെ മേലൊഴുക്ക് അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചെങ്കടലാകട്ടെ, യോർദാനാകട്ടെ, ഏത് പ്രതിസന്ധികളാകട്ടെ, അത് മാറി ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ഇസ്രായേൽ ജനം എത്തിയതുപോലെ, നേരോടെ നടന്ന ഇസ്രായേൽ ജനം എത്തിയതുപോലെ നിങ്ങൾ നേരോടെ നടക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക, ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ ദൂതിന് മുൻപിൽ മറുപടി തരട്ടെ. പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക, സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യഹോവേ, എൻ്റെ യാത്രയ്ക്ക് അവിടുന്ന് പ്രവർത്തിക്കുന്ന സമയം ഇതാണ്, അവിടുന്ന് പ്രവർത്തിക്കുന്ന സമയം ഇതാണെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മർക്കോസ് 11:23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് മുൻപേ
അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭ്യമാകും. എബ്രായർ 11:6 പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉറപ്പായിട്ട് ഈ ദൂതിന് മുൻപിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ അനേക കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന് ഒരു മറുപടി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഉറപ്പായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനിടയാകും. അടുത്തതായിട്ട് എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക കടഭാരമാണ്. 3-4 വിധത്തിലാണ് കടഭാരം. ഒന്ന്, നന്മ കരങ്ങളിൽ വരുമ്പോൾ അത് നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. വീട് ലോൺ എടുത്ത്, ഞാൻ ഇങ്ങനെ പറയാം, ലോൺ എടുത്ത് ആരും വലിയ വീട് വയ്ക്കരുത്. ലോൺ എടുത്ത് പണ്ടൊരു സഹോദരി പറഞ്ഞതുപോലെ, അയ്യാ ലോണെ വാങ്ങി വീടെ കട്ടിന് ஆனால் இப்போ திரும்பி அடைக்க முடியல, அதுக்காக நீங்கள் 2 நாள் பாஸ்டிங் போட்டு எனக்காக ஜெபம் பண்ணுங்க. நான் கேட்ட சகோதரி, உங்களை மாதிரி 4 பேர் எனக்கு கொட்டேஷன் கொடுத்தா நான் எப்போ சாப்பிட முடியும்னு. വീട് ലോൺ എടുക്കാൻ പറഞ്ഞില്ല, വീട് കടം വാങ്ങിച്ച് വീട് വയ്ക്കാൻ പറഞ്ഞില്ല. ഇതെല്ലാം സ്വന്തം ബുദ്ധിക്ക് ചെയ്തിട്ട് ഇപ്പം പാസ്റ്റർ ധർമ്മരാജൻ പാസ്റ്റർ ഇപ്പോൾ എന്ത് ചെയ്യണം? 2 നാൾ പാസ്റ്റിംഗ് പോട്ട് ജോം പണ്ണത്. 4 നാൾ ഇങ്ങനെ വാരത്തിൽ എനിക്ക് ഒരു 7 ദിവസം കൊട്ടേഷൻ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ധർമ്മരാജൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഒന്ന്, കടഭാരം. നമ്മുടെ കയ്യിലുള്ളത് വെച്ച്, ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, ഇന്നത്തെ ന്യൂ ജനറേഷൻ, അപ്പുറത്തുള്ളവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു എന്ന് ഒരിക്കലും നോക്കല്ലേ. കടക്കണിയിൽ കുടുങ്ങിപ്പോയാൽ കര കയറാൻ പാടാ. അതിന് ഉപവസിക്കാൻ ബൈബിളിൽ വ്യവസ്ഥയില്ല. പിന്നെ കിടന്ന് നിലവിളിച്ച്, ചിലരാണെങ്കിൽ കടഭാരം പോയി ലോൺ വാങ്ങി, ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ വാങ്ങിയാൽ അവർക്ക് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഏമാർ അതിനപ്പുറം എടുക്കും. വേണ്ടി വന്നാൽ നിൻ്റെ വീടും ജപ്തി ചെയ്തുകൊണ്ടു. പിന്നെ തൂങ്ങിച്ചത്തിട്ടൊന്നും കാര്യമില്ല. എങ്കിലും തിരുവെഴുത്ത് എന്ത് പറയുന്നു? അതാണ് എൻ്റെ ചിന്താവിഷയം. കടം കയറിയാൽ ഒരു രക്ഷയില്ല കുഞ്ഞുങ്ങളെ. അതിനുള്ള മാർഗം കണ്ടിട്ട് വേണം ചെയ്യാൻ. അതിന് എനിക്കിഷ്ടപ്പെട്ട ശലോമോൻ്റെ ആലയം പണിയ. അപ്പൻ ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 27, 28, 29 പഠിക്കുമ്പോൾ അപ്പൻ വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് ആലയം പണിയ. നാഥാം പ്രവാചകൻ ഒരു മുഖസ്തുതി പറഞ്ഞു. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു മുഖസ്തുതി കൂടെ പറഞ്ഞു. ദാവീദിൻ്റെ മനസ്സിലുള്ളതൊക്കെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, അവൻ എൻ്റെ ആലയം പണിയുമോ? നീ ചെന്ന് പെട്ടെന്ന് പറ, ഇവൻ ആലയം പണിയത്തില്ല, രക്തക്കറവുള്ളവനാ, യുദ്ധവീരനാ. അതുകൊണ്ട് അവൻ്റെ മകനായ ബത്സബയിൽ ജനിക്കുന്ന മകനായ ശലോമോൻ ആലയം പണിയും. അപ്പോൾ ഏത് കാര്യത്തിനൊരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കം ആവശ്യമാണ്. ആദ്യം തറ കെട്ടുക, കല്ല് ഇറക്കി വയ്ക്കുക, മണലിറക്കുക, ഇങ്ങനെയെല്ലാം ചെയ്തെല്ലാം വെച്ചിട്ട് കയ്യിലുള്ള കാശ് കൊണ്ട് കയറി കിടന്നാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പലരും പറയാറുണ്ട്, അതുകൊണ്ട് പറയുക. ഇനി തിരുവെഴുത്ത് എന്ത് പറയുന്നു? രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. ഒരു ദീർഘദർശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ദീർഘമായ ദർശനമുള്ളവനെന്നാ ദീർഘദർശി. ഒരു പ്രവാചകൻ, പുള്ളി ഇതുപോലെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കടമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ച് അമ്മാമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു വീടൊക്കെ പണിത്
എല്ലാം ക്ലിയറാക്കി. അവസാനം പുള്ളി തട്ടിപ്പോയി. കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് ആ സഹോദരിയെ രാജാക്കന്മാർക്ക് എഴുതിയ 2 പുസ്തകം 4:1 മുതൽ 7 വരെയുള്ള കാര്യമാണ്. അങ്ങനെ അല്പസമയമൊക്കെ നാട്ടുകാർ കണ്ണുനീരൊക്കെ കണ്ടെന്ന് മാറി നിന്ന് കാണും. അത് കഴിഞ്ഞിട്ട് 3 കാര്യമാണ് പറയുന്നത്. 1, വീട് ജപ്തി, കടക്കണി, വീട് ജപ്തി, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. കടം വീട്ടുവാൻ വ്യവസ്ഥയില്ലെങ്കിൽ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ബൈബിളൊന്നും എനിക്ക് കാണുന്നില്ല, ഇനി ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇവർ ഓടിപ്പോയത് ദൈവപുരുഷന്റെ അരികിലാണ്. ഓടിപ്പോയത്. പിന്നെ അവർ പറഞ്ഞ ഒരു നല്ലൊരു പദമാണ്. ഇന്നത്തെ സഹോദരിമാർ പറയുന്നത് പോലെ മുടിഞ്ഞ കാലം പറ്റിച്ചിട്ട് പോയേ എന്ന് പറഞ്ഞില്ല. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. ചില കടക്കണിയൊക്കെ വരുത്തി വെച്ചിട്ട് പോയി. ഉടനെ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നുമില്ല, മതി, നീ അയൽവക്കത്ത് പോയി കാലി പാത്രങ്ങളൊക്കെ വാങ്ങുന്നു പറഞ്ഞു. അയൽവക്കത്ത് പോയി കാലി പാത്രങ്ങൾ. കാരണം കടം കയറി മുങ്ങിക്കിടക്കുന്നവന് അയൽവക്കക്കാര് ഒരു പാത്രം പോയിട്ട് ഒരു ചിരട്ട കൊടുക്കത്തില്ല. ദൈവപുരുഷൻ പറഞ്ഞു വിട്ടാണ്ട് പ്രവാചകൻ അയൽവക്കത്ത് എന്ന് പറഞ്ഞാൽ അവർ പോയി ചോദിച്ചപ്പോൾ, ഒന്ന്, മക്കൾ അനുസരണയുള്ളവരായിരുന്നു. അവരുടെ കടഭാരം മാറാനുള്ള കാരണം പറഞ്ഞുതരാം. ഒന്ന്, അമ്മ പറഞ്ഞതനുസരിച്ച് അയൽവക്കത്ത് പോയി വെറും പാത്രങ്ങൾ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒന്ന്, ചോദിച്ചപ്പോൾ അവരെല്ലാം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല സഹകരണമായിരുന്നു ചുറ്റുപാടുമായിട്ട് നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ടാണ് കൊടുത്തല്ലേ, കൊടുക്കൂല. എന്തായാലും ഞാൻ ചുരുക്കി പറയാം. കുഞ്ഞുങ്ങൾ പാത്രം വാങ്ങിച്ചു കൊണ്ടുവന്നു. കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന കാലിപ്പാത്രത്തിൽ നിന്ന് അമ്മ കോരി പകരാൻ തുടങ്ങി. പറഞ്ഞ വചനമനുസരിച്ച് കാലിപ്പാത്രങ്ങളിലോട്ട് പകരാൻ തുടങ്ങി. ഇതൊക്കെ ആത്മീയ അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ പറഞ്ഞതുപോലെ ദൈവവചനപ്രകാരം ചെയ്തു തുടങ്ങിയപ്പോൾ പാത്രം ഇല്ല എന്ന് പറയുന്നത് വരെ ഭരണിയിൽ നിന്ന് എണ്ണ പകർന്നുകൊണ്ടിരുന്നു. അതാണ് ദൈവപ്രവൃത്തി. കടഭാരം വരുമ്പോൾ ഇതേ ഉള്ള മാർഗം. നമ്മുടെ എണ്ണ ചോർന്നു പോകരുത്. എണ്ണ കുറയരുത്. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കടഭാരം കയറിപ്പോയെങ്കിൽ, നിന്റെ തലമുറകളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എങ്കിൽ, വീട് ജപ്തി നോട്ടീസ് വന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആത്മനിറവ് പ്രാപിച്ച് മത്തായി 6:33 പറയുന്നത് പോലെ അവൻ്റെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ സകലവും അവിടുന്ന് നൽകിത്തരാം എന്നരുളി ചെയ്ത കർത്താവ് ഇവിടെ പ്രവർത്തിച്ച അതേ ദൈവകരം നിങ്ങളുടെ കടഭാരത്തിന്മേലും പ്രവർത്തിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഒരു ഭരണി എണ്ണയിൽ നിന്ന്
അയൽവക്കത്തുനിന്ന് കാലിപ്പാത്രങ്ങൾ മുഴുവനും വാങ്ങിച്ച് കിട്ടിയത് മുഴുവൻ തീർന്നു പോയി. അവൻ ഇനി പാത്രം ഇല്ല എന്ന് പറയത്തക്ക നിലയിൽ അതുവരെ പകരുവാൻ ആ ഒരു ഭരണിയിൽ നിന്ന് എണ്ണ, ഞാനിനി ഒരു ആത്മീയ ചിന്തയോടെ തരാം. നിങ്ങളിൽ പകർന്നിരിക്കുന്ന, നമ്മിൽ പകർന്നിരിക്കുന്ന എണ്ണയിൽ കൂടെ അത് മറ്റുള്ളവർക്ക്, മറ്റുള്ള കാലിപാത്രങ്ങൾക്ക് പകർന്നു കൊടുക്കത്തക്ക നിലയിൽ അതകാരകജഗതലഘടകക്ഷസി നമ്മിലുണ്ടെങ്കിൽ അതിൽ കൂടെ കടഭാരവും മാറും, വീടും തിരിച്ചു കിട്ടും. മാത്രവുമല്ല, ഉപജീവന മാർഗത്തിനുള്ള വഴിയും ദൈവം തുറന്നു തരും. അത് നിങ്ങൾക്ക് മാത്രമേ, നിങ്ങളുടെ തലമുറകൾക്കും സ്വർഗത്തുള്ള ദൈവം തുറന്നു കൊടുക്കും. ആ ഒരു ഭരണി എണ്ണ, ആത്മീയ വ്യാഖ്യാനം വേറെയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളാകുന്ന ഭരണിക്കകത്ത് എണ്ണയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടോ? 100% ഈ തിരുവെഴുത്തിന് അടിസ്ഥാനത്തിൽ രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനത്തിന് മാറ്റമില്ല. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ഉള്ളൊരു മാർഗം. അതിന് കുത്തിയിരുന്ന് പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവവചനം എന്തു പറയുന്നു അതിനനുസരിച്ച് ദൈവവചനപ്രകാരം മുന്നോട്ട് പോയാൽ മതി. ദൈവവചനം പറയുന്നത് പോലെ അനുസരിച്ച്, വചനത്തിൽ നിന്ന് കൂട്ടാതെ കുറയ്ക്കാതെ, വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താതെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മതി. തിരുവെഴുത്തുകളിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. അടിയനിത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ. ആ കടഭാരത്തിന്മേൽ ഒരു വിടുതലുണ്ടാകട്ടെ. ആരും ചാടി ആത്മഹത്യ ചെയ്യാൻ പോടരുത്. പണ്ട് കോടിക്കണക്കിന് രൂപ കടമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് 5 ലക്ഷം രൂപ ഉള്ള ഒരു വ്യക്തി, കടമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാനായി വന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോഴാ മറ്റേ 1.5 കോടി കടമുള്ള വ്യക്തി പറഞ്ഞു, നീ 5 ലക്ഷം രൂപ കടമുള്ള നീ ആത്മഹത്യക്ക് ചെയ്താൽ ഈ 1.5 കോടി കടമുള്ള വ്യക്തി എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം? അങ്ങനെ അവരെ ധൈര്യപ്പെടുത്തി ആ വ്യക്തി വിട്ടെന്ന കേൾക്കുവാനിടയായത്. ഞാൻ പറഞ്ഞത്, നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നാം ചെയ്യണം, പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, ആർക്കും ഒരു ബാധ്യതയില്ലാതെ. റോമർ 13:8 പറയുന്നു, തമ്മിൽ സ്നേഹിക്കുന്നതല്ലാതെ. സ്നേഹം 3-4 വിധത്തിലുണ്ട്, 4 വിധത്തിലുള്ള സ്നേഹം. ഗ്രീക്കിൽ സ്റ്റോർഗെ, ഈറോസ്, ഫിലയോ, അഗപ്പെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തു അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുൻപ് ഊറ്റിത്തന്ന, മാനവകുലത്തിനു വേണ്ടി ഊറ്റിത്തന്ന നാസ്രേനായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമ്മിലുണ്ടാകണം. ആ സ്നേഹത്തിലേ കാണാവൂ. അല്ലാതെ കപടഭക്തിയും കൊണ്ട് നടക്കുക. യാക്കോബ് 1:27 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അതാണ് യഥാർത്ഥ ഭക്തി. ബൈബിളിലെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറഞ്ഞാൽ അതാ. 66 പുസ്തകങ്ങളിലെ ഏറ്റവും വലിയ ഭക്തി അതാണ്. നേരായി നടക്കുന്നവൻ ഭക്തനെന്ന് സാദൃശ്യവാക്യം 14:2 ഞാനതിലേക്ക് കടക്കുന്നില്ല.
അപ്പോൾ കടഭാരം, എണ്ണയുണ്ടോ? ആത്മനിറവ് പ്രാപിച്ചാട്ട്. ആത്മനിറവില്ലാത്തവൻ പറയുന്നത് പോലെ ഒന്നും ചാടിക്കയറി ചെയ്യരുത്. ആത്മനിറവില്ലാത്തവനൊക്കെ പലതും പറഞ്ഞു തരും. വീടുകളിൽ നൂണ് കടന്ന് തെറ്റിക്കുവാൻ തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3:1 മുതൽ 5-7 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വീടുകളിൽ നൂണ് കടന്ന് കള്ളപ്രവചനം പറഞ്ഞ് തെറ്റിക്കുവാൻ പലരും ഉണ്ടാകും. നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് 66 പുസ്തകങ്ങളിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാതെ, കൂട്ടാതെ കുറയ്ക്കാതെ, നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച്, വിശ്വാസ സ്നാനം കൈക്കൊണ്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. എന്നിൽ പകർന്നിരിക്കുന്ന എണ്ണ മൂലം പരിശുദ്ധാത്മ അത് അനേക കാലി പാത്രങ്ങളിലേക്ക് പകർന്നു കൊടുക്കത്തക്ക നിലയിൽ നമ്മിൽ ഉണ്ടാകട്ടെ. അതിൽ കൂടെ ജനത്തിന് വിടുതലാവും. അതിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കടഭാരം മാറും. ഉപജീവന മാർഗത്തുള്ള വഴിയും ദൈവം തുറന്നു തരും. ഇന്ന് കരങ്ങളിലൊന്നുമില്ലേ? ഭാരപ്പെടണ്ട. എണ്ണ നിറയട്ടെ. നിന്റെ ഭരണിക്കകത്ത് എണ്ണ നിറയട്ടെ. നീയാകുന്ന ഭരണിക്കകത്ത്, ഞാനാകുന്ന ഭരണിക്കകത്ത് എണ്ണ നിറയട്ടെ. ആത്മീയ വ്യാഖ്യാനം, ആത്മീയ ചിന്ത പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമല്ലേ, അതുകൊണ്ട് ആത്മാവിൽ പറഞ്ഞതാണ്. കാരണം എഴുതിയത് രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 2-ാം പുസ്തകമൊക്കെ എഴുതിയത് യെരമ്യാവ് തന്നെയാണ്. ആത്മാവുള്ള മനുഷ്യന് ബാല്യം മുതൽ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്ത ദൈവം. അതുകൊണ്ട് ഒരു ചിന്ത ഇവിടെ ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. അടുത്ത വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾ പലരിൽ കൂടെ കേട്ട ഒരു കാര്യമാണ്. വിവാഹം നടക്കുന്നില്ല. പെന്തക്കോസ്തി വന്നതുകൊണ്ടാണ്. കാരണം ഓർത്തഡോക്സ്, കത്തോലിക്ക, യാക്കോബ ഇങ്ങനെയുള്ള CSI, മർത്തോമ ഇങ്ങനെയുള്ള സമുദായങ്ങളിൽ, സഭകളിൽ ഇഷ്ടംപോലെ പെമ്പിള്ളാരുണ്ട് പക്ഷേ എന്നൊക്കെ പറയുക. ഞാൻ പറയുകയും ചെയ്തു, സഹോദരൻ അങ്ങനെ പറയരുത്. പെന്തക്കോസ്തിലുള്ള കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിനെയും കെട്ടിക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. ദൈവം അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം അതൊക്കെ ചെയ്യും. എന്നോട് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ടത്. അങ്ങനെയൊന്നുമില്ല. ദൈവം അതൊക്കെ തക്ക സമയത്ത് തക്ക തുണയെ ആദാമിന് വേണ്ടി ഒരുക്കിയ അതേ ദൈവം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞത് ദൈവം. അതുകൊണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക്, ആണാകട്ടെ പെണ്ണാകട്ടെ, വിവാഹപ്രായം എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം ഈ വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് അനുയോജ്യമായത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും. അനുയോജ്യമായത്, അല്ലാത്തത് വേണ്ട. തക്കതുണ. ഇന്നത്തെ തലമുറകളെ കുറിച്ച് പഠിക്കണം, പ്രാർത്ഥിക്കണം. ഇന്ന് അവരവർക്ക് ഇഷ്ടമുള്ള, ഇന്നെല്ലാം റെഡിമെയ്ഡ് കല്യാണം, മാതാപിതാക്കൾ അറിയാത്ത കല്യാണങ്ങളാ. കെട്ടി 4-5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അറിയുന്നത്. പാവങ്ങൾ കിടന്ന് നിലവിളിച്ച് കരയുക മക്കളെ കെട്ടിക്കാൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ, ദൈവദാസന്മാരെ സഹായിക്കുന്നു എങ്കിൽ, വേലയ്ക്ക് വേണ്ടി സഹായിക്കുന്നു എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, പ്രവാചകനെന്ന് മാനിച്ച് പ്രവാചകനെ മാനിക്കുന്നവന് അതിൻ്റെ പ്രതിഫലം തരും. സുവിശേഷകനെന്ന് മാനിച്ച് സുവിശേഷകനെ മാനിക്കുന്നവന് അതിൻ്റെ പ്രതിഫലം തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട്, എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം സ്വർഗത്തിൽ ഇല്ലാതെ പോവുകയില്ല.
ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും കർത്താവ് കണ്ട് അതിന് പ്രതിഫലം തരാമെന്ന് പറഞ്ഞ കർത്താവ്, നിങ്ങൾ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ചിട്ട് നിങ്ങളുടെ തലമുറകൾ അതതിൻ്റെ സമയത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന തക്ക തുണകളെ തന്നെ കൊടുത്ത് സ്വർഗത്തിലെ ദൈവം മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അടയാ ജാലകദുരഘടകസ്യ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മെയിനായിട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. തലമുറകളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ടുന്നവർ, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾ, ഇങ്ങനെ പല വിധത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. റോമർ 13:11 പറയുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ സമയം അടുത്തിരിക്കുന്നു, അധികം അടുത്തിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ കിടക്കുമ്പോൾ 102 സങ്കീർത്തനം 13 വാക്യം പറയുന്നു, യഹോവ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. യെരൂശലേമിനോട് കരുണ കാണിക്കുവാനുള്ള കാലം, കൃപ കാണിക്കാനുള്ള കാലം ഇതാ അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയം, നമുക്കതിനായി ഒരുങ്ങാം. കർത്താവിൻ്റെ വരവും ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അതുപോലെ തന്നെ രോഗികളായി ആയിരിക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ എല്ലാവരെയും ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, 5 പോയിന്റുകൾ പറയുവാനിടയായി. ഈ 5 വിധത്തിലും ഭാരപ്പെട്ട വേദനയിൽ ഇരിക്കുന്നവർക്ക് ഒരാശ്വാസവും വിടുതലും അവിടുന്ന് കൊടുത്ത്, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു എന്ന് 119 സങ്കീർത്തനം 126 വചനപ്രകാരം ആ വചനത്തിൽ കൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ശുശ്രൂഷാ മേഖലകളിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്തൃവയിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാരെ ഏൽപ്പിച്ച്, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ മാനിക്കണം, തലമുറയായി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു, 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കീഴിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്കായി, ജഡ്ജിമാർക്കായി, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതി, ന്യായം നടപ്പാക്കട്ടെ. സ്നേഹം, മാനസാന്തരം ഇതെല്ലാം ഉണ്ടാകട്ടെ. യഥാർത്ഥ സ്നേഹം ഉണ്ടാകട്ടെ. ജനങ്ങളെ സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിച്ച മാതൃക അവരുടെ എല്ലാ ജീവിതത്തിലുണ്ടാകട്ടെ. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി കിടക്കുന്നവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വിവാഹപ്രായം എത്തി നിൽക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തലമുറകളില്ലാത്തവർ, എല്ലാവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണമേ. യഹോവേ, ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുക. ശുശ്രൂഷാ തലങ്ങളിൽ ശുശ്രൂഷയില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. വഴികളും വാതിലുകളും തുറന്നു കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. എല്ലാ തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. തിരുകൃപയിൽ അണയ്ക്കണം. സകലത്തെ ഏൽപ്പിക്കുന്ന വചനം കേട്ടുനിന്ന എല്ലാ ജാതി മത സംഘടനാ ഭേദമന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറച്ചാട്ട്. കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാൻ കാശില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി മുഴുമഹത്വം ഇവിടെ നിന്ന് എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളെ വചനം കേട്ട എല്ലാവരെയും കേൾക്കാത്തവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മഹത്വം അവിടെ നിന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ,
ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.